ഹായ് ഹലോ നമസ്കാരം, ആര്യാണ്. ഇന്ന് ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല, നമ്മളിന്ന് അമ്പലത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ സ്വന്തം ഏറ്റുമാനൂർ അമ്പലത്തിൽ. ഇന്ന് ഇവിടെ പ്രദോഷമാണ്. നമ്മൾ ചെന്നപ്പോൾ എഴുന്നള്ളത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം തന്നെ നമ്മൾ ഒട്ടും താമസിക്കാതെ വലിയ വിളക്കിൽ എണ്ണ ഒഴിക്കാനുള്ള തിരി എണ്ണയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. തിരി ഇവിടുന്ന് വാങ്ങിച്ച് എണ്ണ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പ്രദോഷം ശിവനെ ആരാധിക്കാനുള്ള ഒരു പുണ്യ സമയമാണ്. മനസ്സിന് സമാധാനം കിട്ടാനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ആരോഗ്യ സിദ്ധിക്കും ഒക്കെ നമ്മൾ അമ്പലത്തിൽ വരുന്നതും പ്രദോഷ വ്രതം എടുക്കുന്നതും നല്ലതാണ്. എഴുന്നള്ളത്തിന് നന്ദിയും മുകളിൽ മൂലവിഗ്രഹവും കാണും കേട്ടോ. ശിവന്റെ വാഹനം നന്ദി ആയതുകൊണ്ട് എന്താഗ്രഹവും നന്ദിയുടെ ചെവിയിൽ പറഞ്ഞ് ശിവനിലേക്ക് എത്തും എന്നൊരു വിശ്വാസവും ഇവിടെ ഉണ്ട് കേട്ടോ. എന്നും ഞാൻ പ്രദോഷവ്രതം എടുത്ത് ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹവും ഒന്നും നടക്കാതിരുന്നിട്ടില്ല, എല്ലാം നടന്നിട്ടുമുണ്ട്. എൻ്റെ ആദ്യ പ്രദോഷ വരുന്നത് എനിക്ക് നല്ല ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. എനിക്കിത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് പടച്ചോറും എൻ്റെ കൊച്ചിന് ഇത് തിരുമേനി പായസവും കൊടുത്തായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചെവി വന്ന് പറയുന്ന വേറൊന്നുമല്ല, ആശാന് വിശക്കുന്നുണ്ട്, ഫുഡ് അടിക്കുള്ള സമയമായി എന്നുള്ള കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ചക്കയുടെ മുഖത്ത് തന്നെ ഇത്ര ക്ഷീണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടിയുടെ കൂടത്തിൽ ഈ ഒരിക്കലും കൂടി എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിൻ്റെ ക്ഷീണമാണ് ആ മുഖത്ത്, ഡ്യൂട്ടി പ്ലസ് ഫാസ്റ്റിങ്ങും. അപ്പോൾ അതേ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കേട്ടോ എടുത്ത്. ഇത് യാതൊട്ടൻ എന്നെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവിടെ രണ്ട് മുത്തുമണീസിരുന്ന് ബോൾ കളിക്കുന്നുണ്ട്. അത് കളിക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ അവനിങ്ങ് പിടിച്ചുകൊണ്ടിങ്ങ് പോകുന്നു. ഇവിടെ വന്നിട്ട് രണ്ടൊന്ന് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ജസ്റ്റ് വീഡിയോ അങ്ങാക്കി. ഇനി നേരെ വീട്ടിൽ ചെല്ലണം, പായസമൊക്കെ കൊച്ചിന് കൊടുക്കണം. അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, ഈ അമ്പലത്തിൽ നിന്ന് കൊണ്ടിരുന്ന പായസം ഉണ്ടല്ലോ, ഇലക്കകത്തുനിന്ന് ഇങ്ങനെ തുറക്കുമ്പോഴല്ലോ ഭയങ്കര മണമാണ്, ഭയങ്കര രുചിയുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ പായസം ഇഷ്ടമുള്ളവർ ആരൊക്കെയുണ്ട്? ഞാനൊരു മധുരം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ കൊച്ചിനാകട്ടോ കൊടുത്തത്. വിശന്നിരിക്കുന്ന അവനല്ലേ, അവൻ കഴിക്കട്ടെ എന്നോർത്തു. പിന്നെ ഞാനും കഴിച്ചു, അടിപൊളിയായിരുന്നു. ഇനി ഞാൻ ആ പടച്ചോറും പായസവും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ അവന് കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ വിശപ്പ് ആദ്യം മാറ്റിയിട്ട് വേണം ഇനി നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കൊച്ചിനെ കുറച്ച് അടുത്ത് നിന്ന് അവൻ്റെ വിശപ്പങ്ങ് മാറ്റി കൂടത്തിൽ ഞാനും കഴിക്കാനിരുന്നു. പടച്ചോറും തൈരും പച്ചമുളകും ഇങ്ങനെയാട്ടോ ശരിക്കും പ്രദോഷം വീടുന്നത്. ഉപ്പ് കഴിച്ചിട്ട് വേണം പ്രദോഷത്തിന്റെ വ്രതം നമ്മൾ മുറിക്കാൻ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.